അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ അടുത്ത മിനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പനിയായിട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോകാനുള്ള റെഡിയാവലാണ്. അപ്പം ഇപ്പോൾ സമയം ഒമാനിൽ ഒരു 6:30 ആയി കാണും. 6:30 7 മണി തൊട്ടാണ് അവിടെ ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ളത് നൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു 6:30 ആയപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ഗൈസ്. ഇന്ന് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും സമയം ഇത്രയായപ്പോഴേക്കും ആദ്യം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം നമ്മുടെ ഹോട്ടലിലേക്ക് പോകണതാണ്. ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, കാക്കാട ഹോട്ടലാണ്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന അവിടെ നിന്നാണ്. നമ്മൾ അവിടുത്തെ ഒരു കസ്റ്റമറാണ്. അപ്പം നേരെ പുറത്തിറങ്ങിയപ്പം നല്ല വ്യൂ ആണ് ഗൈസ്. ഒമാൻ്റെ ചുറ്റും അകാലമായി കിടക്കുന്ന മലനിരകളും കാര്യങ്ങളും ഒക്കെ. എല്ലാവരും ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് റോഡിലെങ്ങും ആരും കാണാനില്ല. നമ്മൾ നേരെ ഹോട്ടലിൽ കയറി അവിടെ ഇരുന്ന് നേരെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ടയും സോസേജുമാണ് എൻ്റെ ഒമാനി വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ആഹാരം തന്നെയാണ് പൊറോട്ടയും സോസേജും. അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ആയ അടിപൊളി. അപ്പോൾ ആ ഒരു ചായയും പൊറോട്ടയും കഴിച്ച് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ലൈഫ് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ പോയി ഡോക്ടറെ കാണണം. ശേഷം അവിടുന്ന് സിക്ക് ലീവിനുള്ള പേപ്പർ മേടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടിയിൽ നമുക്ക് അവിടെ രജിസ്റ്റർ ആവാൻ പറ്റൂ. അപ്പം നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ രാവിലത്തെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കയറി അവിടെ വീഡിയോ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഡോക്ടറെ കണ്ടിറങ്ങി. നൈറ്റ് വ്യൂ ആണ് ഒമാൻ്റെ. ഈ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. അപ്പോൾ വേറൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടു, ഒരു ഇഞ്ചക്ഷൻ എടുത്തു, ഒരു ട്രിപ്പ് ഇട്ടു. നേരെ അതും കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ ഫ്ലാറ്റിലെത്തി. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക.